ഞാൻ ഒരു 15 വർഷത്തോളം ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ പരിശീലനയാണ് ബേസിക്കായിട്ട് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ തന്നെ ഇതിന് സ്വാഗതം പറയുന്നത് എനിക്കും അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു സദസ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പ് ഇങ്ങനെ നിങ്ങൾക്ക് സ്വാഗതമെങ്കിലും പറയാൻ ഒരവസരം കിട്ടിയതിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ഈ ഓപ്പൺ ഫോറം സെഷൻ ഇവിടെ സംഘടിപ്പിച്ച അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസിന് പ്രത്യേകമായ നന്ദിയും പറയുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിക്ക് സ്വാഗതം അർപ്പിക്കുകയാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. ഇന്നത്തെ മോഡറേറ്റർ ആയിട്ടുള്ള RJ സുമിക്കാണ് ഇന്ന് ആദ്യമായി എനിക്ക് സ്വാഗതം അർപ്പിക്കാനുള്ളത്. RJ സുമി നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, പാട്ടും പറച്ചിലും എന്ന ഈ സെഷന് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തിത്വം തന്നെയാണ് RJ സുമി. RJ സുമിയെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും ഭിന്നശേഷി മേഖലയ്ക്ക് വേണ്ടിയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം അർപ്പിക്കാനുള്ളത് ഇന്നത്തെ ഈ സായം സന്ധ്യയിൽ ഈ സംവാദത്തിൽ ഇവിടെ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള നിർഷാദ് നിനിയും കൃഷ്ണ ഗോപിനാഥും എന്നീ 2 വ്യക്തിത്വങ്ങളെയാണ്. 2 പേരും മ്യൂസിക് തെറാപ്പിസ്റ്റുമാരാണ്. ശ്രീ നിർഷാദ് നിനിയെ ഏറെ സ്നേഹാദരവോടുകൂടി സാമൂഹ്യനീതി വകുപ്പിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കാനുള്ളത് ശ്രീമതി കൃഷ്ണ ഗോപിനാഥിനാണ്. ശ്രീമതി കൃഷ്ണ ഗോപിനാഥിനെയും ഏറെ സ്നേഹത്തോടുകൂടി സാമൂഹ്യനീതി വകുപ്പിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കാനുള്ളത് ഏറ്റവും മഹത് വ്യക്തിത്വങ്ങളായിട്ടുള്ള ഭിന്നശേഷി മേഖലയിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളെയാണ്. ശ്രീമതി കൺമണി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൺമണിയെ പറ്റി പ്രത്യേകിച്ച് മുഖവുരയുടെ ഒന്നും ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് കൺമണി. എന്താ പറയുക, കൺമണിയുടെ പ്രശസ്തി ലോകമെമ്പാടും വ്യാപിച്ചിട്ടുണ്ട്. കൺമണിയെ സാമൂഹ്യനീതി വകുപ്പിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നതിലും എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷവും അഭിമാനവും ഉണ്ട്. കൺമണിയെയും ഏറെ സ്നേഹാദരവോടുകൂടി സാമൂഹ്യനീതി വകുപ്പിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കാനുള്ളത് വിഷ്ണുപ്രിയയാണ്. വിഷ്ണുപ്രിയയെയും അതുല്യ കലാകാരിയായ വിഷ്ണുപ്രിയയെയും സാമൂഹ്യനീതി വകുപ്പിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കാനുള്ളത് കുമാരി ലിയ M ജോർജിനാണ്. ലിയ M ജോർജിനെയും അതുല്യ കലാകാരിയായ ലിയ M ജോർജിനെയും സാമൂഹ്യനീതി വകുപ്പിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കാനുള്ളത് ഫാത്തിമ അർഷിയാണ്. ഫാത്തിമ അൻഷിയും ഏവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഭിന്നശേഷി മേഖലയിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ, മലപ്പുറം നിവാസിയാണെങ്കിലും തിരുവനന്തപുരത്തും ഏറ്റവും അധികം പ്രശസ്തയായ ഫാത്തിമയുടെ അച്ഛൻ പറയുകയുണ്ടായി 3 വർഷമായിട്ട് മലപ്പുറത്താണെങ്കിലും 3 വർഷമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്താണെന്ന്. ഫാത്തിമ അൻഷിയും അറിയപ്പെടാത്ത ആരുമില്ല. വിമൻസ് കോളേജിലെ ഗവൺമെൻറ് വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനി കൂടിയാണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിനി കൂടിയാണ് ഫാത്തിമ അൻഷി. ഫാത്തിമ അൻഷിയെയും ഏറെ സ്നേഹത്തോടുകൂടി സാമൂഹ്യനീതി വകുപ്പിനും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കാനുള്ളത് അനുവിൻ സുരേന്ദ്രൻ. അനുവിൻ അറിയപ്പെടുന്ന ഒരു ഗായകനാണ്. അനുവിനെയും ഏറെ സ്നേഹത്തോടുകൂടി സാമൂഹ്യനീതി വകുപ്പിനും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കാനുള്ളത് ഇന്നത്തെ ഈ സായം സന്ധ്യയിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാന്യ സദസ്സിനെയാണ്. മാന്യ സദസ്സിനെയും ഏറെ സ്നേഹാദരവോടുകൂടി സാമൂഹ്യനീതി വകുപ്പിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാനും ഇവരെയൊക്കെ കുറച്ചുപേരെങ്കിലും നേരിട്ട് ആദ്യമായിട്ട് കാണുന്നു എന്നുള്ളത്, അല്ലാതെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ പേര് സുമി എന്നാണ്, മറക്കരുതേ കേട്ടോ. ബിഗ് FM 92.7 ബിഗ് FM റേഡിയോയിൽ RJ ആണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ. ആ പേര് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് പോലെ, പാട്ടും പറച്ചിലും പോലെ തന്നെ പാട്ട് കേൾക്കുക. കുറച്ചു മുമ്പ് എന്തായിരുന്നു ഈ സദസ്സിൽ നടന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ടതാണ്, കണ്ടതാണ്, ആസ്വദിച്ചാണ്. നേരത്തെ പാടിയും അതുപോലെ നമ്മളെ ആസ്വദിപ്പിച്ചും കടന്നുപോയവർക്ക് വേണ്ടി നല്ലൊരു കയ്യടി കൊടുത്താലോ? കൺമണി അമ്പോടെ കാതലും നാഗിടും കടിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാനിങ്ക്
സൗഖ്യമേ. കൺമണിയുടെ പാട്ട് കേട്ട് തുടങ്ങാം. ശരി, എല്ലാവർക്കും ആദ്യമേ ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം പറയാണ്. നിങ്ങളുടെ മുമ്പിൽ പാടി ഒന്ന് സ്റ്റൈലാക്കാന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം കൊണ്ട് രണ്ടുപേരും പാടിയതേ ഉള്ളൂ. പക്ഷെ ഇവരൊക്കെ അസാധ്യ പാട്ടുകാരാണ്. കൺമണിയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷെ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത് മമ്മൂക്കയുടെ ഒപ്പം ഒരു വേദിയിൽ കൺമണിക്ക് മമ്മൂക്കയുടെ അവാർഡ് സമ്മാനിക്കാനായി ഇതുപോലെ നിന്ന് എനിക്ക് കൺമണിയെ ക്ഷണിക്കാനുള്ളൊരവസരം, ആ പരിപാടി അവതരിപ്പിക്കാനുള്ളൊരവസരം കിട്ടിയിട്ടുണ്ട്. മമ്മൂക്കയുടെ പ്രിയപ്പെട്ടവളാണ്. മമ്മൂക്കയെ പോലെ തന്നെ മലയാളികൾ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട പാട്ടുകാരിയാണ്. നമുക്ക് അഭിമാനമാണ് എന്നും എന്നും കൺമണി. സോ ഇനി കൺമണിയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. വെൽക്കം കൺമണി. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ, കൈവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാനെന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു കൺമണി. ഇനി നിങ്ങൾക്ക് മ്യൂസിക് തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ന് സംഗീതത്തിന് എന്നെന്നും അത്രയും മാത്രം നമ്മളുടെയൊക്കെ ഹൃദയങ്ങളിൽ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വളരെയധികം മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നായി മാറിയിട്ടുണ്ട് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത്. ഒരു പാട്ട് കേട്ടാൽ നമ്മുടെ മൂഡ് മാറും അല്ലേ? സങ്കടത്തിലിരിക്കുമ്പോൾ നല്ലൊരു പാട്ട്, നന്നായിട്ട് ഡാൻസ് ചെയ്യാനൊരു പാട്ടിട്ട് തന്നാൽ നമ്മൾ ഡാൻസ് ചെയ്യില്ലേ? എന്നതുപോലെ നമുക്കൊരു പാട്ട് കേട്ടാൽ സങ്കടം വരും അല്ലേ? സൂര്യനായി കഴുകി ഉറക്കമുണർന്ന് അച്ഛനെയാണ് ഇഷ്ടം എന്ന പാട്ട് കേട്ടാൽ നമുക്കൊരു സങ്കടം വരില്ലേ? അതാണ് സംഗീതത്തിന്റെ ഏറ്റവും വലിയൊരു സ്വാധീനം നമ്മളിൽ എന്ന് പറയുന്നത്, അതൊരു പവർ എന്ന് പറയുന്നത്. സോ മ്യൂസിക് തെറാപ്പി പഠിച്ച് രണ്ടുപേര് നമ്മളോടൊപ്പം ഇന്ന് ഈ ഒരു വലിയ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വലിയ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. രണ്ടുപേരെയും നേരത്തെ സ്വാഗതം ചെയ്താണെങ്കിലും സ്നേഹപൂർവ്വം ഒന്നുകൂടി നിഷാദ് നിനി ആൻഡ് ഡോക്ടർ കൃഷ്ണ ഗോപിനാഥ് രണ്ടുപേരെയും വെൽക്കം ചെയ്യാണ് ഒരിക്കൽ കൂടി. അവർക്കറിയാം ആരൊക്കെയാണ് സംഗീതത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായെന്നൊക്കെ ഇവർ പറഞ്ഞു തരും കൂടുതലായിട്ട്. അത് ഞാൻ കൃഷ്ണ മാമിന്റെ വാക്കുകളാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം നമുക്ക് നിഷാദിലേക്ക് പോകാം. എത്രത്തോളം നമ്മുടെ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് മനുഷ്യരിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഇവരുടെ ഈ മേഖലയിൽ മ്യൂസിക് തെറാപ്പിക്കുള്ള ഒരു ചേഞ്ചസ് മാം നേരിട്ട് കണ്ടിട്ടുള്ള ആളാണല്ലോ, എത്രത്തോളം ഉണ്ട്? ഗുഡ് ഈവനിങ് എവ്രി വൺ. ഗുഡ് ഈവനിങ് ഇല്ലേ? യെസ്, ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. താങ്ക് യു. ഇപ്പം ഈ ചോദ്യത്തിന് ശരിക്കും ഉത്തരം പറയാൻ ഒരുപാടുണ്ട്. ബിക്കോസ് 20 years of my experience, I think more than that, ഇവരിൽ ഇടപഴകി ഇവരിലൂടെ ജീവിച്ച് ഇവരുടെ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും എല്ലാം മനസ്സിലാക്കി ഒരു ജീവിതം ഈശ്വരൻ എനിക്ക് തന്നതാണ്. ഇപ്പം ഇന്ന് ഈ വേദിയിൽ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ, ആസ് ഡോക്ടർ കൃഷ്ണ ഗോപിനാഥ് ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ മക്കളാണ്. ആസ് യു ഓൾ സേ ഡിസേബിൾഡ് ചിൽഡ്രൻ ഓർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ എന്ന കുട്ടികളാണ്, സ്റ്റുഡൻസാണ് എന്നെ ഇന്ന് ഈ വേദിയിൽ ഇരുത്താനും ഇതുപോലെ ഇരുന്ന് വർത്തമാനം പറയാനും സാധിപ്പിച്ചത്. സോ ഐ തിങ്ക് യു മസ്റ്റ് ഹാവ് നോൺ ഹൗ മച്ച് മ്യൂസിക് ഈസ് വെരി എഫക്റ്റീവ് ഇൻ അസ് ആൻഡ് എസ്പെഷ്യലി ഇൻ യുവർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ. എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടം ഡിസേബിൾഡ് ചിൽഡ്രൻ എന്ന് പറയാൻ എനിക്കിഷ്ടമില്ല. എനിക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ എന്ന് പറയാനാണ് ഇഷ്ടം. കാരണം ദേ ആർ ഡിഫറെൻ്റ് ഇൻ മെനി വേസ്. നമ്മളാണ് ഡിസേബിൾഡ് ബിക്കോസ് നമുക്ക് ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു ഇതിപ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മൾ ദേഷ്യത്തിലിരിക്കുകയാണ്. നമ്മൾ ദേഷ്യത്തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ മൂഡ്, ഇപ്പോൾ നമ്മൾ ദേഷ്യത്തിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും വീട്ടിൽ വന്നു, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്ത് വി ആക്ട്.
ശരിയല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ തിരിച്ചു പറയണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ ഉടനെ നമ്മുടെ മൂഡ് മാറും, നമ്മൾ അവരോട് അതേപോലെ റിയാക്ട് ചെയ്യും. പക്ഷെ എൻ്റെ സ്വന്തം മക്കള് ദേ നെവർ ചേഞ്ച്. അവരുടെ മുഖം അതുപോലെ ആയിരിക്കും. ദേ ആർ റിയൽ. അവർ ശരിക്കും കണ്ണാടി വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്യുവറാണ്, അവർക്ക് ഒന്നുമില്ല. ആൻഡ് ദേ ആർ ഡിഫറെൻറ്റ് ഇൻ മെനി വേസ്. നമ്മളെ പോലെയല്ല. നമുക്ക് ഒരു കാര്യം തന്നാൽ ഒരു 10 പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ കേൾക്കില്ല. നമ്മളതിങ്ങനെ ഒരു ചെവി കൂടെ കേൾക്കും, നമ്മൾ ചെവി കൂടെ വിടും. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയണതാണ്. ദയവ് ചെയ്ത് ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇറ്റ്സ് മൈ ഓൺ എക്സ്പീരിയൻസ് വിത്ത് മൈ ചിൽഡ്രൻ ദാറ്റ് ഐ സ്പീക്ക് ടു യു. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ മക്കളാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. മൈ സെൽഫ് സ്റ്റഡി. ഓരോ കുട്ടികളെയും ഒബ്സർവ് ചെയ്തിട്ടാണ് ഞാൻ ഇത് മുഴുവൻ പഠിച്ചുണ്ടാക്കിയത്. ആൻഡ് ഞാൻ 2003-2004 തുടങ്ങിയതാണ് ഈ ഒരു വേദിയിലേക്ക് വരാൻ. ആൻഡ് ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് ഇന്നലെ എൻ്റെ 2 മക്കളാണ് ഇന്നലെ അവാർഡ് മേടിച്ചത്. വൺ ഇസ് പൂജ രമേശ്, അനദർ വൺ ഇസ് ശ്രേയസ് കിരൺ. ഐ എം സോ ഹാപ്പി. അതിനോടൊപ്പം തന്നെ എൻ്റെ മക്കളെ എനിക്ക് ഇവിടെ ഒരു ആദരവ് തരാനുള്ളൊരു വേദിയും അവർ ഒരുക്കി തന്നു. ആൻഡ് ഐ ഡു താങ്ക് ദം ഫോർ ദിസ് ആൻഡ് ഐ ഡു താങ്ക് മൈ ഗോഡ് ഓൾസോ. പിന്നെ ആസ് യു ആസ്ക്ഡ് മീ, മ്യൂസിക് എങ്ങനെയാണ് നമ്മളിലേക്ക്. മ്യൂസിക് ഈസ് എ മെഡിസിൻ. ഞാൻ പറയട്ടെ, മ്യൂസിക് ശരിക്കും മരുന്നാണ്, നമുക്കായാലും ആർക്കായാലും. ഇനിയിപ്പോൾ എന്നോട് ചോദിച്ചു ഈ മ്യൂസിക്, എനിക്ക് ഇതിനുള്ളിൽ ഞാൻ പറയാ എനിക്ക് കുറേ ഉണ്ട് പറയാൻ, പക്ഷേ ഇപ്പം അങ്ങനെ കുറേ പറയാനൊരു വേദിയല്ല ഇത്. പക്ഷെ അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ്. ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം തന്നെ ഞാനൊരു ടീച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഹരിശ്രീ സ്കൂളിൽ സാധാ ടീച്ചറിനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു രാജീവ് മിസ്സിൻ്റെ മകന് ഡൗൺ സിൻഡ്രോം ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ഡൗൺ സിൻഡ്രോം, ഓട്ടിസം ഇതൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല. എല്ലാവരും സുഖമില്ലാത്ത കുട്ടികളെന്ന് പറഞ്ഞ പോലെ ആ ഒരു വാക്ക് മാത്രമേ എൻ്റെ തലയിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ അന്ന് നോർമൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിരുന്നു. അങ്ങനെ ഒരു വഴി വരികയാണ്. രാജീവ് മിസ് ആസ്മി, എൻ്റെ മോനെ ഒന്ന് കൃഷ്ണയ്ക്ക് പാട്ട് ക്ലാസ് ഇരുത്താൻ സാധിക്കുമോ? സോ ഐ സെഡ്, എന്നത് ഇരിക്കണ എന്താ? പക്ഷെ മറ്റേ കുട്ടികൾക്ക് കണ്ടാൽ പ്രശ്നമാകും. അതിനെന്താ പ്രശ്നം? ദൈവം നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് ഒരേ രീതിയിൽ തന്നെയാണ്. നമുക്ക് കണ്ണ് തന്നുണ്ട്, മുക്ക് തന്നുണ്ട്, ചെവി, അതുപോലെ തന്നെയല്ലേ മറ്റേ കുട്ടികൾക്കും. ബട്ട് നമുക്ക് പ്രഷറുണ്ട്, ഷുഗറുണ്ട്, എല്ലാ കൊളസ്ട്രോൾ ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ഡു വി നോ ആസ് ലൈക്ക് ദാറ്റ്, ഓ പ്രഷർ കുട്ടി, അല്ലെങ്കിൽ BP ഉള്ള കുട്ടി, അല്ലെങ്കിൽ ഷുഗർ ഉള്ള കുട്ടി, അങ്ങനെയല്ലല്ലോ. ബട്ട് വി ഗിവ് ദം എ നെയിം, ദാറ്റ് ഇസ് ഓൾ. അപ്പോൾ ആ തരത്തിലാകുമ്പോൾ വാട്ട് ഇസ് ദ ഡിഫറൻസ്? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വന്നു ഇരുന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ വന്നപ്പോൾ ഹീ ഡസൻ ഹാവ് സ്പീച്ച്. ഓൺലി അമ്മയ്ക്കും മകനും മാത്രം ഇൻട്രാക്ട് ചെയ്യാൻ അറിയുള്ളൂ. പക്ഷെ മിടുക്കൻ, നല്ല സ്നേഹമുള്ള മോനാണ്. വന്നു, ഐ സ്റ്റാർട്ടഡ് ഓഫ് മൈ ക്ലാസ്. ഹി വാസ് വാണ്ടറിങ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനും നോക്കും, എൻ്റെ മക്കളും നോക്കും. അങ്ങനെ 1 മാസം കഴിഞ്ഞ് 2 മാസം. ആദ്യത്തെ ഒരാഴ്ച നടത്തം തന്നെയായിരുന്നു. 2ാമത്തെ ആഴ്ച ഇപ്പോൾ വന്നിരുന്നു. പിന്നെ താളം പിടിച്ചു തുടങ്ങി. പിന്നെ അവൻ ശ്രദ്ധിച്ചു തുടങ്ങി. സോ ഞാൻ ക്ലാസിക്കൽ മാത്രമല്ല, ഭജൻസ് പാടും, എല്ലാം ലൈറ്റ് മ്യൂസിക് ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ചിൽഡ്രൻ. 4 വയസ്സുള്ള കുട്ടികളാണ്, 5 ആ രീതിയിലേക്ക് ഞാൻ ഇറങ്ങി വരും. അപ്പോൾ കൊച്ചു കുട്ടികളൊന്നും ഇൻട്രാക്ട് ചെയ്യേണ്ട രീതിയിൽ പാട്ടുകൾ, കൊച്ചു പാട്ടുകളാണെങ്കിൽ കുട്ടികളുടെ പാട്ട് ആ രീതിയിൽ. കാരണം വലിയ പാട്ടുകൾ പാടി അവർക്ക് ദഹിക്കില്ല. അപ്പോൾ ഇവനിങ്ങനെ പാടി എക്സ്ക്യൂസ് മീ, ഒരു ദിവസം ഇവൻ അമ്മേനെ ആദ്യം അമ്മ എന്ന് വിളിച്ചിട്ട് അപ്പോൾ പാരൻസും ഇരിക്കും പഠിക്കാനായിട്ട്. അപ്പോൾ രാജീവ്സും, അപ്പോൾ ഷീ ഈസ് ഓൾസോ സീയിങ് മൈ ക്ലാസ്. ഒരു ഭജൻ്റെ 2ാമത്തെ വരിയാണ് ഹിസാൻ. അമ്മ എന്ന് വിളിച്ചിട്ട് വേണം വരം എനിക്കു താത്ത. ദാറ്റ് ഇസ് എ ലൈൻ ഓഫ് എ ഭജൻ. മണികണ്ഠൻ ആദ്യമായിട്ട് പാടിയത്. ആൻഡ് ദാറ്റ് ഇസ് വാസ് മൈ ഫസ്റ്റ്. എൻ്റെ മ്യൂസിക് തെറാപ്പി, മ്യൂസിക് ഇത്രയും മരുന്നാണെന്ന് എന്നെ കാണിച്ചു തന്ന ഏറ്റവും ആദ്യത്തെ ഇത്. ആൻഡ് ഇറ്റ്സ് മൈ സെൽഫ് എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ്, ഐ ക്യാൻ ഒബ്സർവ്ലി സേ പൂജ ഇസ് ദേ, പൂജ രമേശ്. ആൻഡ് ഞാനും പൂജയെ ആദ്യം വിചാരിച്ചത് ഡൗൺ സിൻഡ്രോം തന്നെയായിരിക്കും, ബിക്കോസ് ഒരുപോലെ അല്ലേ എന്നാണ്. പക്ഷെ അല്ല, ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. വേറെ തന്നെയായിരുന്നു. ഒന്നും മനസ്സിലാവില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ പാട്ടെടുക്കുമ്പോൾ സുജേനെ അടുത്തിരുത്തും. സുജ പക്ഷെ ഇന്നിപ്പോൾ നല്ലൊരു പാട്ടുകാരിയായി, നല്ലൊരു വീണ വായിക്കുന്ന അമ്മയായി. സോ പാരൻസ് ക്യാൻ ബി പ്രൗഡ്. നിങ്ങളിൽ സംഗീതമില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കും, പക്ഷെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ സംഗീതജ്ഞ ആക്കുകയാണ് ഓരോ രീതിയിലും. ലൈക്ക് ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിക്കും, നിങ്ങളെ പാട്ട് പഠിപ്പിക്കും. നിങ്ങൾ അത് ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾ കാരണം എന്നുള്ള ബോധം വേണം നിങ്ങൾ ഈ മ്യൂസിക് ഫീൽഡിലേക്ക് വരുന്നത്. സോ അവരത്രയും ടാലൻ്റാണ്. അപ്പോൾ പൂജ വന്നു, പൂജക്കുട്ടി വന്നിരുന്നു, കിടക്കും, ചിരിക്കും, പക്ഷെ ഒരു റിസൾട്ടും ഇല്ല.
ഞങ്ങളിങ്ങനെ പാടും, പൂജ അവിടെ സുഖമായിട്ട് ഇങ്ങനെ അനന്തശയനം പോലെ കിടക്കും. അപ്പം ഞാൻ വിചാരിക്കും ഇത് എന്താ ഒരു പിടുത്തമില്ല, ഒന്നും കാണാനില്ല. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇവരെങ്ങനെയാണ് ദേ ആർ ക്യാച്ചിങ് എവ്രിത്തിങ്. അവരെല്ലാം പിടിച്ചെടുക്കും. എന്നിട്ട് നമ്മളല്ലേ പശുവിനെ കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? പശു മേയുമ്പോൾ പുല്ല് മുഴുവൻ മീൻസ് എടുത്ത് കഴിച്ചിട്ട് അപ്പം ചിന്നിയില്ല. അവരെ റെസ്റ്റ് പ്ലേസ് അവരുടേതായിട്ടൊരു സമയം വരുമ്പോൾ അവരത് മുഴുവൻ അരച്ച് കിടക്കും. ദ സെയിം തിങ് ഈസ് ഹാപ്പനിങ് ഇൻ ദീസ് ചിൽഡ്രൻ. അവരെല്ലാം പിടിച്ചെടുക്കും, പക്ഷെ അവർക്കൊരു സമയം കൊടുക്കണം. ആ സമയത്ത് അവരത് പാടുന്നത്. അങ്ങനെയാണ് പൂജ വീട്ടിലാണ് ആദ്യം പാടിയത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. സുജ വന്നതിനോട് പറഞ്ഞത്, കൃഷ്ണ ടീച്ചറെ പൂജ ആദ്യമായിട്ട് ജണ്ട വരിശകൾ പാടി. സോ അതും എനിക്ക് വലിയ അച്ചീവ്മെൻ്റായി. അങ്ങനെ ഇപ്പോൾ അവരെ ദെൻ കംസ് ശ്രേയസ്. അപ്പോൾ പൂജ ഏകദേശം മനസ്സിലായപ്പോൾ എനിക്ക് ശ്രേയസിനെ മനസ്സിലായി. പക്ഷേ ശ്രേയസ് എൻറ്റയർലി ഡിഫറെൻറ്റ്, പൂജ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അങ്ങനെ ഓരോ എനിക്ക് ആദ്യം തന്നെ തുടക്കം കിട്ടിയത് ഡൗൺ സിൻഡ്രോം, ഓട്ടിസം, ADHD, സ്പീച്ച് പ്രോബ്ലം ആൻഡ് സെറിബ്രൽ പാൾസി. 5 വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളെയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് 5 വ്യത്യസ്തമായ കുട്ടികളെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവരെന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പം എനിക്ക് ഈസിലി ആയിട്ടത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇവിടെ ഇനിയും വേദിയിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെയും പറയാനുള്ളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ആൻഡ് വൺ മോർ തിങ്, മ്യൂസിക്, അതായത് നമ്മൾ എന്താ അവരെ പഠിപ്പിക്കുന്നതോ അവരത് കറക്റ്റായിട്ട് പഠിക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, കുറച്ച് 18-19 വയസ്സായിട്ട്. സോ അവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഒരു ദിവസം. അപ്പോൾ ഡിസ്റ്റർബ് ഐ ആസ് ദറ്റ് ബോയ്, പേര് വെളിപ്പെടുത്തുന്നില്ല, എന്താണെന്ന് പ്രശ്നം? ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. അതെ, എനിക്കിന്ന് ദേഷ്യം വരുന്നുണ്ട്. ഹി റിപ്പീറ്റഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ദേഷ്യത്തിന് എന്താ കാരണം? ഇല്ല, എനിക്കിന്ന് ദേഷ്യം വരുന്നുണ്ട്, എനിക്കിന്ന് പാട്ട് പാടണ്ട. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത്. ദേഷ്യം മാറാനുള്ള മരുന്നാണ് പാട്ട്. അപ്പോൾ പാട്ട് പാടിയാൽ ലിസൺ ടു ദ മ്യൂസിക് ആൻഡ് സ്ലോലി യൂസിങ്, അപ്പോൾ ഈ ദേഷ്യമൊക്കെ മാറും. പക്ഷേ ഈ ഒബേഡ്, അവനത് അനുസരിച്ചിട്ട് ഹീ സ്റ്റാർട്ടഡ് സിംഗിങ്. അപ്പോൾ എനിക്കും സന്തോഷം തോന്നി. ആ വർണ്ണം, അതായത് ശ്രീഗണനാഥ പാടുന്നപ്പോൾ അവൻ സുഖമായിട്ട് അത് പാടി എന്നുള്ളതാണ്. ഗീതം അത് കഴിഞ്ഞപ്പോൾ ഒരു 2 വീക്സ് എനിക്ക് സുഖമില്ലാണ്ട്, എനിക്ക് പനി വന്നു, കോൾഡ്, ചുമ. ഇന്നും ഇപ്പം ഇത്തിരി കോൾഡും ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇരുന്നു. അപ്പോഴേക്കും വർണ്ണത്തിലേക്ക് എത്തിയപ്പോൾ വർണ്ണം പാടുമ്പോൾ മോഹനം വർണ്ണം പാടൂ ഒന്നിനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇവനിങ്ങനെ ആടുകയാണ്, പാടണില്ല. പക്ഷെ എന്താ, ഇന്നും വലിയ പ്രശ്നമുണ്ടോ? പാടാനല്ല, പക്ഷെ ഞാൻ ദേഷ്യപ്പെടും. പാടാനാണ് പറഞ്ഞത്, എനിക്ക് വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ടാവുന്നു. അപ്പോൾ കുറച്ച് നേരം എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, കൃഷ്ണാമസിനും ദേഷ്യമുണ്ടോ? ഹീസ് ആസ്കിങ് മീ, കൃഷ്ണാമസിനും ദേഷ്യമുണ്ടോ? അപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെ പാടാണ്ടിരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരില്ലേ? അപ്പം ഞാൻ അതിനോട് വന്നിരിക്കണേ വെച്ചു. ഐ ജസ്റ്റ് ടോൺ മൈ സൗണ്ട്, എൻ്റെ ശബ്ദത്തെ ഞാൻ മാറ്റി. എനിക്ക് ദേഷ്യമല്ല, ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം ഉണ്ടല്ലേ കൃഷ്ണാമസിന്? ലിസൺ ടു മ്യൂസിക് ആൻഡ് യു സിംഗ്. ബോൾ തിരിച്ചടിച്ചു. ലിസൺ ടു മ്യൂസിക് ആൻഡ് യു സിംഗ്. അപ്പോൾ കൃഷ്ണാമസിൻ്റെ ദേഷ്യം പോകുന്നു. അപ്പോൾ ഇത് ഒരു ഒറ്റ എക്സ്പീരിയൻസ് അല്ല എനിക്കുള്ളത്. പറയാനുണ്ടെങ്കിൽ 1 ദിവസം പോരാ, 2 ദിവസം പോരാ, സോ മെനി ആർ ദെയർ. ബട്ട് ചെറിയൊരു രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. ആൻഡ് ഐ എം ഹാൻഡിങ് ഓവർ മൈക്ക് ടു